വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ഈ 13-ാം അധ്യായത്തിലെ വചനങ്ങളും, അതുപോലെ ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് ബൈബിളിലെ മറ്റുള്ള പുസ്തകങ്ങളിലുള്ള വചനങ്ങളൊക്കെയാണ്. യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം ഇതിൻ്റെ വിശദീകരണങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1-ാമത്തെ വാക്യം വായിക്കാം. 1. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നു ഞാൻ കണ്ടു. എതിർ ക്രിസ്തു സമുദ്രത്തിൽ നിന്ന് വരുന്നു. വെളിപ്പാട് 11:7 അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന പോലെ ആഴത്തിൽ നിന്നും. വെളിപ്പാടിൻ്റെ ചാർട്ടിൽ എതിർ ക്രിസ്തുവിൻ്റെ എല്ലാ വിശേഷണങ്ങളും നൽകിയിരിക്കുന്നു. പിന്നെ വെളിപ്പാട് 11:7 പറഞ്ഞിരിക്കുന്ന പോലെ ആഴത്തിൽ നിന്നും പറയുന്നു. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ഇവിടെയാണ്. 11:7 അവർ തങ്ങളുടെ സാക്ഷ്യം ചോദിച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവർ ജയിച്ചു കൊന്നു കളയും. ആഴം എന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇവിടെ സമുദ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. സമുദ്രത്തിൽ നിന്ന് എന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രങ്ങളിൽ നിന്ന് അർത്ഥമാക്കാം. അതായത് ജനസമുദ്രത്തിൽ നിന്ന് വരുന്നു എന്നാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് വെളിപ്പാട് 17-15 പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വീശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. ജനങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ 1-ാം 3.5 വർഷങ്ങളിൽ ഒരു ദുരാത്മാവ് മാത്രമേ അവനെ ഭരിക്കുന്നുള്ളൂ. എന്നാൽ 2-ാമത്തെ 3.5 വർഷങ്ങളിൽ 1 + 6 = 7 ആത്മാക്കൾ അവനെ ഭരിക്കും. ഈ ആത്മാക്കളെല്ലാം ഇവിൾ സ്പിരിറ്റ്സ് ആണ്. 17-ാം അധ്യായം ചർച്ച ചെയ്യുമ്പോൾ ഇത് വിശദീകരിക്കും. ഇതിപ്പോൾ 13 17 അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്ത്യക്രിസ്തുവിൻ്റെ 2-ാം 3.5 വർഷങ്ങൾക്ക് മുമ്പ് 10 അവസാന സമയ രാജാക്കന്മാർ എതിർ ക്രിസ്തുവിന് ശക്തിയും അധികാരവും ഏൽപ്പിക്കും. മൃഗത്തിൻ്റെ 10 കൊമ്പുകളിലെ 10 കിരീടങ്ങൾ 10 രാജാക്കന്മാരിൽ നിന്നുള്ള അധികാര കൈമാറ്റം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. ഡ്രാഗണിൽ നിന്ന് 10 രാജാക്കന്മാർക്ക് ശക്തിയും അധികാരവും ലഭിക്കുകയും ഒടുവിൽ ഈ ശക്തിയും അധികാരവും എതിർ ക്രിസ്തുവിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഡ്രാഗണിൽ നിന്നും ലഭിച്ച രാജാഭിഷേകമാണിത്. ഈ കാരണത്താലാണ് ഡ്രാഗണിൻ്റെ 10 കൊമ്പുകൾക്ക് വെളിപ്പാട് 12:3 പറയുന്ന പോലെ 10 കിരീടങ്ങൾ ഇല്ലാത്തത്. വെളിപ്പാട് ഇത് പറയുന്നത് വെച്ചാൽ മറ്റൊരു അടയാളം കാണായി 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുള്ള ഒരു മഹാസർപ്പം. അതായത് തലയിൽ മാത്രം കിരീടമുള്ളൂ, കൊമ്പുകളിൽ കിരീടം ഇവിടെ ഉള്ളതായിട്ട് ഇവിടെ പറയുന്നില്ല. നെക്സ്റ്റ്, ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഇനിയിപ്പോൾ ആ ചാർട്ടിലേക്ക് ഒന്ന് പോകാം. ഇതാണ് അന്ത്യക്രിസ്തു. അതിന് പുള്ളിപ്പുലിയുടെ ശരീരം, കരടിയുടെ കാല്, സിംഹത്തിൻ്റെ തല, 7 തലയുണ്ട്, 10 കൊമ്പുണ്ട്, 10 കൊമ്പിലും കിരീടമുണ്ട്. അതാണ് ഈ അന്ത്യക്രിസ്തുവിനെ പറ്റിയുള്ള കാഴ്ച. അതേസമയം ഇവിടെ റെഡ് ഡ്രാഗൺ ഉണ്ട്. ആ റെഡ് ഡ്രാഗന് 7 തലയുണ്ട്, 10 കൊമ്പുണ്ട്. 7 തലയിലും രാജമുടിയുണ്ട്, 10 കൊമ്പിലും രാജമുടിയില്ല. ഇവിടെ നേരെ തിരിച്ചാൽ 7 തലയിൽ രാജമുടിയില്ല, 10 കൊമ്പിൽ രാജമുടിയുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് ഇത് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ 10 രാജാക്കന്മാർ അന്ത്യക്രിസ്തുവിൻ്റെ ഭരണകാലത്തിന് തൊട്ട് മുമ്പ് തന്നെ അവർ അധികാരത്തിൽ വരും. അതിപ്പോൾ വന്നിട്ടില്ല. രാജാക്കന്മാരാകുമ്പോൾ എല്ലാ രാജാക്കന്മാർക്കും ഒരു അഭിഷേകം ഉണ്ടാവും. ആ അഭിഷേകം കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഈ ഡ്രാഗൺ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് ഇവിൾ സ്പിരിറ്റ്സ് ആണല്ലോ. ഈ ഡ്രാഗണിൻ്റെ 10 കൊമ്പിൽ കിരീടമില്ലാത്തതിന് കാരണം ഈ 10 രാജാക്കന്മാർക്ക് അത് നേരത്തെ കൊടുത്തു പോയതുകൊണ്ടാണ്. അത് ഇവഞ്ച്വലി എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്ത്യക്രിസ്തുവിന് ശക്തിയും അധികാരവും 10 രാജാക്കന്മാരെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഈ രാജ്യത്വം മുഴുവനും അന്ത്യക്രിസ്തുവിനായ 10 കൊമ്പിൽ മാത്രമല്ല 7 തലയിലും കിരീടം വരും. പക്ഷെ ഈ 10 കൊമ്പിൽ അതിന് മുമ്പ് തന്നെ കിരീടമുണ്ട്. ആ കിരീടം വരുന്നത് ഈ 10 രാജാക്കന്മാർ ശക്തിയും അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന 17-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വചനം അനുസരിച്ചിട്ടാണ് ഇതിന് ഈ 10 കിരീടം ഇതിൽ വരുന്നത്. പക്ഷെ സെക്കൻഡ് ഹാവുമ്പോൾ ഈ 7 തലയിലും ഡ്രാഗൺ കിരീടം കൊടുക്കും. അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ.
പിന്നെ അടുത്തത് എടുക്കാം. പിന്നെ 2 സാക്ഷികളെ കൊന്ന ഉടനെ യെതിക്രിസ്തുവിൻ്റെ 2.5 വർഷത്തിൻ്റെ തുടക്കത്തിൽ അഗാധത്തിൽ നിന്നും 6 ദുഷ്ടാത്മാക്കളെ അവന് ലഭിക്കുന്നു. മഹാസർപ്പം ക്രിസ്തുവിന് ശക്തിയും സിംഹാസനവും അധികാരവും നൽകുന്നു. ഇത് ഡ്രാഗൺ സ്പിരിറ്റിൻ്റെ അഭിഷേകമാണ്. അതിവിടെ പറഞ്ഞ മാതിരി ഡ്രാഗൺ അഭിഷേകം ഈ അന്തിക്രിസ്തുവിന് കൊടുക്കും എന്നാണ് പറയുന്നത്. നേരത്തെ ഒരാത്മാവ് ഉണ്ടാകുന്ന സ്ഥാനത്ത് ഇപ്പോൾ എക്സ്ട്രാ 6 ആത്മാക്കളും കൊടുത്ത് മൊത്തം 7 ദുരാത്മാക്കൾ ഇതിലുണ്ടാവും. ആ ദുരാത്മാക്കളെല്ലാം തന്നെ പണ്ട് വീണുപോയ രാജാക്കന്മാരിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ഇവിൾ സ്പിരിറ്റാണത്. 7 സ്പിരിറ്റ് കംപ്ലീഷനാണ് കാണിക്കുന്നത്. പരിപൂർണമായിട്ടുള്ള ഒരു വൈശാചികതയാണ് ഈ അന്തിക്രിസ്തുവിന് ഉണ്ടാവുക സെക്കൻഡ് ഹാഫിൽ എന്നാണ് പറയുന്നത്. പിന്നെ 3-ാമത്തെ ഭാഗം, ഇതിൻ്റെ തലകളിലൊന്നും മരണകരമായ മുറിവേറ്റവരെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവ്വഭൂമിയും മൃഗത്തെ കണ്ടു വിസ്മയിച്ചു. അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ 1.5 വർഷത്തിനിടയിൽ അവൻ 2 സാക്ഷികൾക്കെതിരെ പോരാടുന്നു. ഈ യുദ്ധമായിരിക്കാം അവൻ്റെ മുറിവിൻ്റെ കാരണം. എന്നാൽ അവൻ്റെ ഭരണത്തിൻ്റെ 2.5 വർഷങ്ങൾക്ക് മുമ്പ് മുറിവ് ഭേദമാവുന്നു. അത് ഏത് തരത്തിലുള്ള മുറിവാണ് ഈ അന്തിക്രിസ്തുവിന് പറ്റിയെന്ന് പറയുന്നില്ല. അത് മരണത്തിന് തുല്യമായിട്ടുള്ള ഒരു മുറിവാണ്. അത് 7 തലയിൽ ഒരെണ്ണത്തിനെ സംഭവിച്ചിട്ടുള്ളൂ. അത് ചത്തുപോയിട്ടില്ല, പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് അഭിഷേകം എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് ശക്തിയെല്ലാം കൂടി സാക്ഷികളൊക്കെ ഒന്ന് ജയിച്ചു. അങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ മനുഷ്യർ അതിശയിച്ചു പോകും എന്ന് പറയും. മൃഗത്തിന് അധികാരം കൊടുത്തുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. ഇവിടെ ആളുകൾ അത്ഭുതപ്പെടുകയും അവൻ ആരാധിക്കുകയും ചെയ്യുന്നു. കാരണം അവൻ 2 സാക്ഷികൾക്കെതിരായ പോരാട്ടത്തിൽ വിജയിക്കുകയും ദുരാത്മാക്കളുടെ അഭിഷേകം അവനെ ശക്തനാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ അവനെ ആരാധിക്കുന്നത്. 5-ാം വാക്യം, അമ്പും ദൂഷണവും സംസാരിക്കുന്നതുമായി അതിന് ലഭിച്ചു. 42 മാസം, അതായത് 3.5 വർഷം പ്രവർത്തിക്കുവാൻ അധികാരവും ലഭിച്ചു. സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അഭിഷേകം കിട്ടിയപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവർ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരമില്ല. അതിൽ വേൾഡ് വൈഡ് ഒരു അധികാരമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഈ അന്തിക്രിസ്തു ഈ സെക്കൻഡ് ഹാഫിൽ. അതേസമയം ദൈവമക്കളോട് യുദ്ധം ചെയ്ത് ജയിക്കാം. അപ്പോൾ ദൈവമക്കളോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നത് എങ്ങനെയാണ്? അവരെ കൊന്നുകളയാ എന്നുള്ളതാണ്. പക്ഷെ അവരെ കൊന്നാലും കാര്യമില്ല, അവരാത്മാവ് ദൈവസന്നിധിയിൽ വലിയ അനുഗ്രഹം അവർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അതേസമയം വേറെ തരത്തിലും ഈ അന്തിക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് അനവധി ദൈവമക്കളെ വീഴ്ച കളയും. അങ്ങനെ വീണ് കഴിയുമ്പോൾ അവർ അന്തിക്രിസ്തുവിൻ്റെ മുദ്രയെല്ലാം എടുക്കുന്ന സമയത്ത് അവർക്ക് രക്ഷയൊന്നുമില്ല, അവർക്ക് നരകം കിട്ടും. അങ്ങനെ 2 തരത്തിലുള്ള വിശുദ്ധന്മാരോടുള്ള ജയം അന്തിക്രിസ്തുവിന് ആ കാലഘട്ടത്തിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു കൂട്ടർ രക്ഷയിലേക്ക് പോകും, ഒരു കൂട്ടർ നാശത്തിലേക്കും പോകും. ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഉപവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. 7-ാം വാക്യം അനുസരിച്ച് അന്തിക്രിസ്തുവിന് നെബൂഖദ്നേസർ രാജാവിനെ പോലെ ലോകവ്യാപക അധികാരം ഉണ്ടായിരിക്കും. പിന്നെ 9 കേൾക്കട്ടെ. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ആൾക്കാർ അന്തിക്രിസ്തുവിനെ നമസ്കരിക്കുമെന്ന് പറഞ്ഞല്ലോ. അതങ്ങനെ നമസ്കരിക്കാൻ പാടില്ല, അന്തിക്രിസ്തുവിൻ്റെ മുദ്ര ഇടാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും കൊടുക്കുമെങ്കിലും ഒരു ആൾക്കാരും അതനുസരിക്കില്ല. ചെവിയുണ്ടെങ്കിൽ അവർക്ക് കേൾക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവർ നാശത്തിലേക്ക് പോകുമെന്നർത്ഥം. അടിമയാക്കി കൊണ്ടുപോകുന്ന അടിമയായി പോകും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. ഈ സമയത്ത് മറ്റുള്ളവരെ അവരുടെ അടിമകളാക്കുന്ന ആളുകളുണ്ടാവും, പക്ഷേ മറ്റുള്ളവരും അവരെ അടിമകളാക്കും. അതുപോലെ മറ്റുള്ളവർ കൊല്ലുന്നവരും മറ്റുള്ളവരാൽ കൊല്ലപ്പെടും. അത് വാളെടുത്തവൻ വാളാൽ മരിക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ. ആ സംഗതി അവിടെ നടക്കുന്നു. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കരയുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളത് പോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പമെന്ന് സംസാരിച്ചു. അത് നമുക്ക് നോക്കാം. മറ്റൊരു മൃഗം എന്ന് പറയുന്നത് അന്തിക്രിസ്തു കാലത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള ഈ ആടാണ് ഈ പറഞ്ഞത്, കുഞ്ഞാട്. ആ കുഞ്ഞാടിന് സർപ്പമെന്നുള്ള സംസാരിച്ചു. അപ്പോൾ സർപ്പത്തിൻ്റെ പോലെ ഒരു സ്പ്ലിറ്റ് നാവുണ്ട്, 2 കൊമ്പുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. ഇത് എക്യുമെനിക്കൽ ചർച്ചിൻ്റെ ലീഡറാണ്. ഈ ലീഡർ വലിയ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിക്കും. യേശുക്രിസ്തുവിൽ നിന്ന് വ്യത്യസ്തമായി കള്ളപ്രവാചകൻ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നു. യേശുക്രിസ്തുവിനെ ഭൂമിയുടെ അടിത്തട്ടിൽ നിന്നുള്ള ദുരാത്മാക്കൾ ഭരിക്കുന്നു, എന്നാൽ കള്ളപ്രവാചകനെ ഭൂമിയിൽ നിന്നുള്ള ദുരാത്മാവ് ഭരിക്കുന്നു.
അപ്പോൾ അത് നേരത്തെ അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവ് വരുന്നത് ആഴത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് വരുന്നത് ഭൂമിയിൽ നിന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അത് കള്ളപ്രവാചകനെ ഭരിക്കുന്ന ആത്മാവ് ഭൂമിയിലെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ പിശാചിൻ്റെ ദൂതന്മാർ ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ, ആകാശത്തിൽ, ഭൂമിയിൽ, ഭൂമിക്ക് കീഴിൽ. 1 കൊരിന്ത്യർ 8:5 എന്നാൽ ആകാശത്തിലെ ഭൂമിയിലെ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് ഒരിക്കലും എന്ന് പറയാം. ഭൂമിയിലെന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉള്ളിലും ഉണ്ട്, ഭൂമിയുടെ പുറത്ത്, പിന്നെ ആകാശത്ത്. അതാണ് പറയുന്നത്. 12-ാം വാക്യം, അത് 1-ാമത്തെ മൃഗത്തിന് മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാമത്തെ മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. ഈ കള്ളപ്രവാഹം ചെയ്യുന്ന പണി അത്ഭുതങ്ങളുടെ അടയാളങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യരോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഈ 1-ാമത്തെ മൃഗം യേശുക്രിസ്തുവിനെ പോലെ ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അനുസരിപ്പിക്കുന്ന പണിയാണ് ഈ കള്ളപ്രവാഹം ചെയ്യുന്നതാണ് പറയുന്നത്. 13, അത് മനുഷ്യർ കാണുക ആകാശം ഭൂമിയിലേക്ക് തീയിറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുമ്പ് പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങൾ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയും. ആരാധിക്കുക മാത്രമല്ല അതിന് പ്രതിമ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. രാജപ്രവാചകൻ ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾ മനുഷ്യകുരുതികളിൽ നിന്നും സമാനമായ ദുഷ്പ്രവൃത്തികളിൽ നിന്നും ലഭിച്ച ശക്തികളിലൂടെയാണ്. മുൻകാലങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അടുത്തിടെ പോലീസ് ഇടപെട്ട ഒരു ശ്രമം പരാജയപ്പെടുത്തി. ഹ്യൂമൻ സാക്രിഫൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മനുഷ്യർ പലരും ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ജയിക്കുന്നത്. പഴയ നിയമകാലത്ത് രാജാക്കന്മാർ പലരും മക്കളെ യാഗം കഴിച്ചിട്ട് യുദ്ധം ജയിക്കണ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. 15, മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ അതിന് ബലം ലഭിച്ചു. അപ്പോൾ ഈ പ്രതിമയെ സംസാരിക്കാൻ തക്കവണ്ണം ഉള്ളൊരു പവർ കൊടുക്കാനുള്ള ഒരു അത്രയധികം ഒരു അതോറിറ്റി അന്ത്യക്രിസ്തുവിൻ്റെ കള്ളപ്രവാചകന് കിട്ടി എന്നാണ് പറയുന്നത്. അതെന്തിനാണ് ചെയ്യുന്നത്? പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത് പറഞ്ഞത്. കള്ളപ്രവാചകൻ മൃഗത്തിൻ്റെ ക്രിസ്തു പ്രതിമയ്ക്ക് ജീവൻ നൽകിക്കൊണ്ട് സംസാരിപ്പാനും കഴിയും. ഈ പ്രതിമ ഒരു റോബോട്ടല്ല, കാരണം റോബോട്ടിന് ജീവനില്ല. ക്രിസ്തുവിനെ ആരാധിക്കുന്ന രീതി ക്രിസ്തുവിൻ്റെ 2-ാം പകുതിയിൽ നിയമമായി മാറും. ക്രിസ്തുവിനെ ആരാധിക്കാത്തവരെ അവൻ കൊല്ലും. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായി എല്ലാവർക്കും വലം കൈമേലും നെറ്റിമേലും മുദ്ര വിട്ട് മാറും. മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ മുഖയാതെയോ ആക്കുന്നു. ആ മുദ്രയില്ലെങ്കിൽ യാതൊരു ആൾക്കും ഒന്നും മേടിക്കാനോ കൊടുക്കാനോ പറ്റില്ല. ഇപ്പം നമുക്ക് സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് ജോലി പോലും കിട്ടില്ല. പക്ഷേ സാധനങ്ങൾ മേടിക്കാനും കൊടുക്കാനൊന്നും വിഷമമില്ല. പക്ഷെ ഈ മുദ്ര വന്നാൽ അതില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല. ആ സമയത്ത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ദൈവം നേരിട്ട് ഇടപെടുകയാണ്. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തെ മരുഭൂമിക്കിടത്ത് കാടപ്പക്ഷീനെ കൊടുത്തു, വെള്ളം കൊടുത്തു, മന്ന കൊടുത്തില്ലേ? അതേമാതിരിയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടക്കും എന്ന് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പ്രത്യേക രക്ഷ ഉണ്ടാവും. അതിന് വചനം പറയുന്നുണ്ട്. വെളിപ്പാട് 3:10 സഹിഷ്ണുതയെ കുറിച്ചുള്ള വചനം നീ കാത്തുകൊണ്ട് ഞാൻ നിന്നെ കാക്കും എന്ന് പറയുന്നുണ്ട്. റാപ്ചറല്ലത്. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതിൽ മനുഷ്യൻ്റെ സംഖ്യ എത്രയും അതിൻ്റെ സംഖ്യ 666. ഈ 666 എന്ന് പറയുന്ന ബാർകോഡുകളിൽ മറിഞ്ഞിരിക്കുന്ന നമ്പറാണ്. ചിപ്പുകൾ പോലുള്ള വ്യത്യസ്ത തരം മാൻ കോഡിംഗ് സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ ട്രയലിലുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ എന്താണ് പ്രയോഗിക്കാൻ പോകുന്നതെന്ന് ഇതുവരെ വെളിപ്പെട്ടില്ല. അത് വെളിപ്പെട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ചിപ്പ് വെച്ചിട്ട് പല ജയിലിൽ പുള്ളികൾക്കൊക്കെ അത് കൊടുത്ത് അവരുടെ മൂവ്മെൻ്റൊക്കെ ട്രേസ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അതുതന്നെയാണോ ഈ മനുഷ്യന് കൊടുക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് സീലായിട്ടാണ് പറയുന്നത്. മറ്റേത് ചിപ്പാണ്. നമുക്ക് അറിയാൻ പറ്റില്ല. അതെന്താണുള്ളത് വരുമ്പോഴേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. ഇതോടെ നിർത്തുകയാണ്.